Hi students, welcome back to Creative Academy. Myself ഷഹാന. അപ്പം നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷനായ പ്ലാനിങ് നമ്മൾ എന്താണെന്ന് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തല്ലേ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. അപ്പോൾ നമുക്ക് ഓർഗനൈസിങ് എന്താണെന്നും അതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് പഠിക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസിങ് ഈസ് ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആഫ്റ്റർ ദി പ്ലാനിങ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, ആസൂത്രണം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്ന ഫങ്ഷനാണ്, അതായത് പ്ലാനിങ് കഴിഞ്ഞിട്ടുള്ള അടുത്ത് വരുന്ന ഫങ്ഷനാണ് ഓർഗനൈസിങ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി വെച്ച ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓരോരുത്തരും ചെയ്യേണ്ട ജോബും അതുപോലെ അവരുടെ വർക്ക് റിലേഷൻഷിപ്പും എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് എഫക്റ്റ് ആക്കുക എന്നതാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദി വർക്ക് ടു ബി പെർഫോംഡ് ആൻഡ് ഡിഫൈനിങ് ആൻഡ് ഡിറ്റർമൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഫോർ ഈച്ച് ജോബ് പൊസിഷൻ, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ജോബ് പൊസിഷൻസ്, ഡിറ്റർമൈനിങ് ഡീറ്റെയിൽഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് വർക്കിംഗ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ വിവിധങ്ങളായ ആക്ടിവിറ്റീസിനെ നമ്മൾ തിരിച്ചറിയുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ഗ്രൂപ്പ് ചെയ്യുകയും ഒരുമിച്ചാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്ങിൻ്റെ പ്രക്രിയകൾ ഓർ സ്റ്റെപ്സ് ഓർ എലമെൻറ്റ്സ് ഒക്കെ പറയട്ടോ. എക്സാമിന് എലമെൻറ്റ്സ് ചോദിച്ചാലും പ്രോസസ്സ് ചോദിച്ചാലും സ്റ്റെപ്സ് ചോദിച്ചാലും ഒക്കെ ഇത് എഴുതാട്ടോ. അപ്പോൾ 5 പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വർക്ക് കണ്ടുപിടിക്കും അല്ലേ. അതിന് സബ് ഡിവൈഡഡ് ചെയ്ത് ഈസിയർ ടാസ്ക് ആയിട്ട് ഓരോ എംപ്ലോയിക്കും കൊടുത്ത ഭാഗത്തിന് ഡിവൈഡ് ചെയ്ത് അതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നെ ഓരോ ഗ്രൂപ്പുകളാക്കണം, പലതരത്തിലുള്ള. എക്സാമ്പിൾ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ. തേർഡ് വണ്ണാണ് അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. എന്ന് വെച്ചാൽ ആഫ്റ്റർ കംപ്ലീറ്റഡ് ഐഡൻറ്റിഫൈയിങ് ഗ്രൂപ്പിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എല്ലാ പ്രവർത്തനത്തിലും ഒരു സ്പെസിഫിക് ജോബ് അസൈൻ ചെയ്യണം. അതായത് വ്യക്തികളെ കെയറാക്കിക്കൊണ്ട് ഒരു സ്പെസിഫിക് ജോബ് എഫിഷ്യൻ്റ് ആക്കണം. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ആൻഡ് ഫോർത്ത് പോയിൻ്റാണ് ഗ്രാൻറ്റിംഗ് അതോറിറ്റി. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ബേസിൽ, അതായത് പെർഫോമൻസിനെ എഫക്റ്റീവായിട്ട് എൻഷുർ ചെയ്യാൻ, അതോറിറ്റിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പ്രോസസ്സാണ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് job of management, as everybody in the organization should know whom he or she is to report. Establishing a structure of relationship. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എംപ്ലോയീസിൻ്റെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫ് മാനേജ്മെൻറ്റ് കൊടുക്കുക, ഇവർക്ക് ഓർഗനൈസേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഘടനകളാണ് നമ്മൾ പറയുന്നത്. രണ്ടെണ്ണം ഉണ്ട്, ഫങ്ഷണൽ സ്ട്രക്ചറുണ്ട്, ഡിവിഷണൽ സ്ട്രക്ചറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. An organization structure formed by grouping together all activities into functional departments and putting each department under one coordinating head is called functional structure. എന്ന് വെച്ചാൽ ഫങ്ഷണൽ സ്ട്രക്ചർ എന്നൊരു ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അതിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷന്, മാർക്കറ്റിംഗ്, ഫിനാൻസിങ്, പേഴ്സണലൊക്കെ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥാപനത്തിൽ എല്ലാ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും
ആയിട്ട് വരുന്നത് ഒരു സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. അതായത് പ്രൊഡക്ഷൻ മാനേജർ ആയിരിക്കും. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും അതിൻ്റെ ഹെഡായിട്ട് വരിക. അതായത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഫിനാൻസിങ് ആയിക്കോട്ടെ, സെയിൽസ്, അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഹെഡുകളും സ്പെഷ്യലിസ്റ്റുകളായും ആയിരിക്കും നിയമിക്കുമ്പോഴാണ് അതൊരു ഫങ്ഷണൽ സ്ട്രക്ചറായിട്ട് മാറുക. ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതിനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽ, മാർക്കറ്റിംഗ്, അങ്ങനെ പല ഫങ്ഷനുകളും ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളും അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നിർദ്ദേശം നൽകുന്നു. ഇതിനാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ. എന്ന് വെച്ചാൽ in large organization dealing in multiple products and serving a number of distinctive markets, the divisional structure is considered more suitable. എന്ന് വെച്ചാൽ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. അതായത് ഓരോ പ്രൊഡക്റ്റ് ലൈനും അനുസരിച്ച്, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ്സുകളാക്കി രൂപീകരിക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ ഡിസൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നും ഡിസൈൻ എന്ന് പറയുന്നതിന് ഇത് ഫ്ലെക്സിബിൾ ആണ്. അതായത് ന്യൂ പ്രൊഡക്റ്റ് ലൈനൊക്കെ ആഡ് ചെയ്യും. സ്ട്രക്ചർ രൂപീകരിക്കാൻ ഇതിൽ എളുപ്പമാണ്. ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനിലെ ഫോർമലായും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പം ഫോർമൽ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്, അതായത് ക്രിയേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിലോ ഇറ്റ് ഈസ് അറൈസസ് ഔട്ട് ഓഫ് ദി നാച്ചുറൽ ഡിസയർ ഓഫ് ദി പീപ്പിൾ ടു അസിസ്റ്റ്. ഇതിൽ ഓരോ വ്യക്തികളെയും അസിസ്റ്റ് ചെയ്യും നാച്ചുറൽ ഡിസയർ അനുസരിച്ച്. അതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ഒഫീഷ്യലി അപ്പോയിൻറ്റഡ് മാനേജേഴ്സ്. അതായത് ഇതിൽ ഒഫീഷ്യലി അപ്പോയിൻറ്റ് ചെയ്ത മാനേജേഴ്സ് ഉണ്ടാവും. അവരാണിത് ഫോർമൽ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. ഇൻഫോർമലോ മെമ്പേഴ്സ് ഓഫ് ദി ഇൻഫോർമൽ ഗ്രൂപ്പ് സെലക്ട് സം വൺ ആസ് ദെയർ ലീഡർ ടു ടേക്ക് കെയർ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇവരിൽ ഒരു മെമ്പറിനെ ഒരു ലീഡറാക്കിയിട്ട് ഇവർ തിരഞ്ഞെടുക്കും. എന്നിട്ട് ഇവർ ഇൻഫോർമൽ ഓർഗനൈസേഷനെ, അതായത് അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ച് അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ ഒരു ആളെ സെലക്ട് ആക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യും. അതാണ്. ആൻഡ് ഫോർമൽ ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ഹാവ് ഫോർമൽ അതോറിറ്റി. ഇവർക്ക് ഉണ്ടാവുക ഫോർമൽ അതോറിറ്റിയാണ്. ഇൻഫോർമലോ ദി അതോറിറ്റി ഓഫ് ദി ലീഡർ ഓഫ് ദി ഇൻഫോംഡ് ഗ്രൂപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കമ്പൈൻഡ് സപ്പോർട്ട് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇവരെ ലീഡറായിരിക്കും ഇവരുടെ അതോറിറ്റിയും കാര്യവും തീരുമാനിക്കുന്നത്. ഇവരെ ഗ്രൂപ്പ് ലീഡർ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങൾ. ആൻഡ് ഫോർമൽ ഓർഗനൈസേഷനിൽ ഇറ്റ് ഈസ് പെർമനൻ്റ് ആൻഡ് സ്റ്റേബിൾ. ഇതൊരു പെർമനൻ്റ് ആയിരിക്കും ഫോർമൽ. നേരെ മറിച്ച് ഇൻഫോർമലോ ഇറ്റ് ഈസ് ടെമ്പററി നേച്ചർ ആയിരിക്കും, താൽക്കാലികമായിട്ടുള്ള നേച്ചർ ആയിരിക്കും. അതാണ് മെയിനായിട്ട് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഡെലിഗേഷൻ ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ആക്റ്റീവ് പ്രോസസ് ഓഫ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓഫ് വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു അനദർ ആൻഡ് ദി ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ പെർഫോമൻസ് ഈസ് നോൺ as delegation. Thus, these are three elements of delegation as follows. First one, assignment of responsibility, and second one, granting authority, and third one, creating accountability. എന്ന് വെച്ചാൽ ഒരു സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് അതോറിറ്റി താഴേക്ക് ഫ്ലോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു മാനേജർ അയാളുടെ കുറേ വർക്ക് ലോഡൊക്കെ ആയിട്ടിരിക്കുകയാണ്. ആ പദവിയിൽ നിന്ന് അയാൾക്ക് കുറേ ജോലി ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് അയാളുടെ ജോലി
കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അയാളുടെ സബോർഡിനേറ്റിന് അയാൾ വർക്ക് കൊടുക്കുകയാണ്. ഈ മാനേജർക്ക് കൂടുതൽ അയാളുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് കിട്ടിയ സബോർഡിനേറ്റിനാണേലും ഇങ്ങനെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഈ പവർ കിട്ടിയ എംപ്ലോയിക്കാണ് അതായത് സ്കില്ലും അയാളുടെ പവറൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോൾ ഡെലിഗേഷന് ഒരു 3 elements ആണുള്ളത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗ്രാൻഡിങ് അതോറിറ്റി, ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പൊസിഷനിൽ നിന്നിട്ട് ഒരാൾക്ക് അയാളുടെ സബോർഡിനേറ്റിനോട് കൽപ്പിക്കാനുള്ള പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റിന് കിട്ടിയിരിക്കുന്ന ഒരു ഡ്യൂട്ടി വളരെയധികം പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് അത് ചെയ്ത് സുപ്പീരിയറിനെ ഏൽപ്പിക്കണം. അതാണ് ഇവിടെ പറയുന്നത് അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടാസ്ക് അത് ഫുള്ളായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്കം അതായത് ആൻസറബിലിറ്റി ഉള്ളത് സബോർഡിനേറ്റ് ആണ് ഇതാക്കേണ്ടത്. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഡീസെൻട്രലൈസേഷൻ റിഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് എഫേർട്ട് ടു ഡെലിഗേറ്റ് അതോറിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡീസെൻട്രലൈസേഷൻ പറഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലേക്കും കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ബട്ട് ഡെലിഗേഷന് താഴെയുള്ള രണ്ടാൾക്കോ ഒരാൾക്കോ കൊടുക്കും. പക്ഷെ മൊത്തത്തിൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ പൊസിഷനിലേക്കും ഡെലിഗേഷൻ നടത്തണേൽ ഡീസെൻട്രലൈസേഷൻ വേണം. അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എല്ലാവർക്കും ഇങ്ങനെ താഴേക്ക് നമ്മൾ വീതിച്ചു കൊടുക്കാൻ. അപ്പോൾ ലോവർ ലെവലിന് എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ എടുക്കുക. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇതിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വൈൽ ഡെലിഗേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് ദെർബൈ ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ ഇതിൽ പറഞ്ഞ ഡെലിഗേഷൻ എന്ന് പറഞ്ഞ 3 എലമെൻറ്റ്സ് ആണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി അല്ലേ. അതെന്താണെന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഡീസെൻട്രലൈസേഷനിലാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഈസ് ദി അൾട്ടിമേറ്റ് ഔട്ട്കം ഓഫ് പ്ലാൻഡ് ആൻഡ് ഡെലിഗേഷൻ. നമ്മൾ പറഞ്ഞ് ഒരു ഔട്ട്കം ഉണ്ടാവും അല്ലേ, പ്ലാൻ ചെയ്ത ഡെലിഗേഷൻ അനുസരിച്ച് ഒരു ഔട്ട്കം ഉണ്ടാവും. അതാണ് ഡീസെൻട്രലൈസേഷൻ. ആൻഡ് സെക്കൻഡ് വൺ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദി മാനേജർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. വൈൽ മാനേജർ ആൻഡ് സബോർഡിനേറ്റ്സും തമ്മിലുള്ള ഒരു കരാറാണ്. അതായത് സുപ്പീരിയറും സബോർഡിനേറ്റ്സും തമ്മിലുള്ള ഒരു കരാറാണ്. ആൻഡ് വൈൽ ഡീസെൻട്രലൈസേഷൻ ഇൻവോൾവ്സ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. എല്ലാതും ഓർഗനൈസേഷനിൽ ഡെലിഗേഷൻ ആണെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ 2 ആൾക്കാരോ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഡീസെൻട്രലൈസേഷനിൽ മൊത്തമായിട്ട് ഓൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. ആൻഡ് ഈസ് ബിറ്റ്വീൻ ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിവിഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. തേർഡ് വൺ, ഡെലിഗേഷൻ ഈസ് ഡൺ ടു സ്പീഡ് അപ്പ് ദി വർക്ക് ആൻഡ് എസെൻഷ്യൽ ഇൻട്രീസ്. സ്പീഡ് ഓഫ് വർക്കായിരിക്കും ഡെലിഗേഷനിൽ, അത് എസെൻഷ്യൽ ആയിരിക്കും. അതാണ്. വൈൽ ഡീസെൻട്രലൈസേഷൻ ഈസ് ഓപ്ഷണൽ ആൻഡ് ഈസ് യൂഷ്വലി ഡൺ ഇൻ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ. ഇത് വർക്ക് ഒക്കെ ഡൺ ചെയ്യുന്നത് ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആയിരിക്കും ഡീസെൻട്രലൈസേഷൻ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓർഗനൈസിങ് എന്നുള്ള പാർട്ടാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.